പാരായണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിൽ വശ്യവലസ്സുകളും മനോഹരമായ ഉദാഹരണങ്ങളും മനസ്സിളക്കുന്ന ചിത്രണങ്ങളും കൊണ്ട് സമൃദ്ധമായ സാഹിത്യ ഭംഗിയുള്ള ഈ ദൈവിക ഗ്രന്ഥം സൃഷ്ടിക്കുന്ന അലയൊലികൾ അപാരമാണ്. ഖുർആൻ അവതരിച്ച മാസത്തിൽ എന്തിനാണ് മനുഷ്യൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത്? ഖുർആനും റമദാനും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിന് സത്യത്തിൽ വിശ്വാസിക്ക് അനുഭവ സാക്ഷ്യമാണ് നോമ്പുകാലം. ഖുർആൻ ഒരാൾക്ക് അനായാസം പാരായണം ചെയ്യാൻ കഴിഞ്ഞേക്കും. പരിശീലിച്ചാൽ വശ്യമായി വായിക്കാൻ കഴിഞ്ഞേക്കും. ഭദ്രമായി സൂക്ഷിക്കാനും പരിപാലിക്കാനും കഴിഞ്ഞേക്കും. പക്ഷെ അത്ര എളുപ്പത്തിൽ ഖുർആൻ ജീവിതത്തിലേക്ക് പരാവർത്തനം ചെയ്യാൻ കഴിയുകയില്ല. ഖുർആനിനെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ, ഖുർആനികമായ ഒരു ജീവിത ക്രമം കെട്ടിപ്പടുക്കാൻ, ഖുർആനിന്റെ പ്രയോക്താവാകാൻ, ഖുർആനിൽ ജീവിച്ചു പോകാൻ അത്ര എളുപ്പമല്ല. അതിന് നല്ല പരിശീലനവും ത്യാഗവും സൂക്ഷ്മതയും ജാഗ്രതയും വിശ്വാസദാർഢ്യവും ആവശ്യമാണ്. ഖുർആൻ സക്കീലായ കൗലാണ്, ഭാരമുള്ള വചനമാണ്, അമാനത്താണ്, ഉത്തരവാദിത്തമാണ്. സമഗ്രമായ അതിന്റെ നിയമങ്ങൾ, അനുശാസനകൾ, കൽപ്പനകൾ, വിഭാവനകൾ, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജീവിതക്രമം, ഇവയൊക്കെ സ്വാംശീകരിച്ചെടുക്കാൻ മനുഷ്യന് നല്ല പരിശീലനം ആവശ്യമാണ്. ഈ പരിശീലനകാലമാണ് സത്യത്തിൽ നോമ്പ്. ഖുർആൻ അവതരിച്ച മാസത്തിൽ മനുഷ്യരോട് ഈ പരിശീലനം നേടി മനസ്സും ശരീരവും സ്ഫുടീകരിച്ച് ഖുർആനികമായ ജീവിതം നയിക്കാനുള്ള പ്രാപ്തിയും ശേഷിയും നേടിയെടുക്കാനാണ് റമദാൻ കൊണ്ട്